ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മള് ശ്രീമദ് ഭാഗവതത്തിന്റെ 5-ാമത്തെ അധ്യായത്തിലാണ് എത്തി നിൽക്കുന്നത്. ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി 4-ാമത്തെ ചാപ്റ്റർ വരെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ ശ്രീമദ് ഭാഗവതം 1-ാമത്തെ ക്യാൻഡോ 5-ാമത്തെ ചാപ്റ്റർ, അതായത് നാരദ മഹർഷി വ്യാസദേവനെ സന്ദർശിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. എന്താണ് നാരദ മഹർഷി വ്യാസദേവനെ സന്ദർശിക്കാൻ ഉണ്ടായ കാരണം എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. കാരണം വ്യാസദേവന്റെ ആ ലിറ്റററി വർക്ക്, അതായത് അദ്ദേഹത്തിന്റെ ആ ജ്ഞാനം മുഴുവൻ അദ്ദേഹം വിവിധ തരം വേദങ്ങൾ ക്രോഡീകരിച്ചതിൽ കൂടി, തന്റെ ശിഷ്യന്മാർക്ക് അതുവഴി പറഞ്ഞു കൊടുത്തതിൽ കൂടി, അതിനെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാപ്തമാക്കിയതിൽ കൂടി എല്ലാം അദ്ദേഹം തെളിയിച്ചതാണ്. ജ്ഞാനത്തിന് അദ്ദേഹത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല, അല്ലെ? അത് മാത്രമല്ല, വേദങ്ങളുടെ എല്ലാം സാരമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? മഹാഭാരതം എന്ന് പറയുന്ന ഒരു വലിയ കാവ്യം തന്നെ രചിച്ചു. പിന്നെ ഇതിഹാസം, രാമായണം, പിന്നെ ബാക്കി ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ, ഇതെല്ലാം അദ്ദേഹം രചിച്ചു കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും എന്താണ് പറഞ്ഞത്? നാ തുഷ്യാത്, അതായത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് തൃപ്തിയായില്ല. എന്തോ ഒരു അപര്യാപ്തത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ആർക്ക് മനസ്സിലായി? നമ്മൾക്ക് മനസ്സിലായി. ആ ശ്ലോകം നമ്മൾ വായിച്ചു കഴിഞ്ഞു. എന്താണ് തനിക്കുള്ള അപര്യാപ്തത എന്ന് അദ്ദേഹം തന്നെ ചിന്തിച്ചു. അപ്പോ അദ്ദേഹത്തിന്റെ ആ ചിന്തയ്ക്ക് ഉത്തരം നൽകാനായിട്ടാണ് അദ്ദേഹത്തിന്റെ ഗുരുവായ നാരദ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. ദേവർഷി വിപ്രർഷിയെ കാണുന്നു എന്ന്, അല്ലെ? എന്താണ് നമ്മൾ കണ്ടത്? ദേവർഷി പ്രാഹ വിപ്രർഷിം വീണാപാണി സ്മയൻ നിവ. ചിരിച്ചുകൊണ്ട് വീണാപാണിയായ നാരദ മഹർഷി, അദ്ദേഹമാണ് ആര്? ദേവർഷി. വിപ്രർഷി ആരാണ്? ഈ വിപ്രർഷി തന്റെ ശിഷ്യനായ വ്യാസദേവനെയാണ് അദ്ദേഹം കാണുന്നത്. അതാണ് 1-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. വ്യാസദേവൻ തന്റെ ഗുരുവിനെ വേണ്ടും വണ്ണം സ്വീകരിച്ച് അദ്ദേഹത്തിന് ഇരിപ്പിടമൊക്കെ നൽകി പാദപൂജയും ഒക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കാൽക്കൽ വിനയത്തോടു കൂടി ഇരുന്നു. അപ്പൊ നാരദ മഹർഷി ചോദിച്ചു, പരാശര്യ, അല്ലയോ പരാശര മഹർഷിയുടെ പുത്രനായ വ്യാസദേവ, മഹാഭാഗ, അങ്ങ് വളരെയധികം ഭാഗ്യമുള്ളവനാണ്. പിന്നെ എന്താണ് ഇത്രയും വിഷമ ശിഷ്യന്റെ ജ്ഞാനത്തില് അങ്ങനെ വലിയ സംശയമൊന്നുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങ് ഇത്രയധികം വിഷമിച്ചിരിക്കുന്നത് എന്ന് ഗുരു ശിഷ്യനോട് ചോദിക്കുന്നത് വരെയാണ് നമ്മൾ കണ്ടത്. എന്താണ് അത്ഭുതകരമായിട്ടുള്ള ആ മഹാഭാരതവും രചിച്ചതിന് ശേഷം അങ്ങേക്ക് ജ്ഞാനത്തിന് ഒരു കുറവുമില്ല, അല്ലയോ മഹാഭാഗ, പരാശര്യ, അങ്ങേക്ക് ജ്ഞാനത്തിന് ഒരു കുറവുമില്ല. പക്ഷേ എന്താണ് അങ്ങേക്ക് ഇത്രയധികം വിഷമത്തിന് കാരണം എന്ന് നാരദ മഹർഷി ചോദിക്കുന്നിടത്താണ് നമ്മൾ നിർത്തിയത്. അപ്പൊ നാരദ മഹർഷി ഒരു ഭിഷഗ്വരനെ പോലെ തന്റെ ശിഷ്യനായ വേദവ്യാസന്റെ ആ ശിഷ്യൻ സാധാരണ ശിഷ്യനല്ല, ലിറ്റററി ഇൻകാർണേഷൻ ഓഫ് ഗോഡ്, അതായത് ഭഗവാന്റെ ലിറ്റററി ഇൻകാർണേഷൻ എന്നാണ് ആരറിയപ്പെടുന്നത്? വ്യാസദേവൻ അറിയപ്പെടുന്നത്. ഭഗവാന്റെ അംശം തന്നെയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇത്രയധികം അസംതൃപ്തി വന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. അപ്പൊ നമുക്ക് നമ്മളുടെ ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭഗവാന്റെയും ഗുരുവിന്റെയും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചെറിയൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദാനന്ദന വ്രജ ജനരഞ്ജന, ജമുനാ തീര വനചാരി, ജമുനാ തീര വനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി
गोपीजनवल्लभ गिरिवरधारी जय राधा माधव कुञ्ज बिहारी। गोपीजनवल्लभ गिरिवरधारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम। जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय। जय जय प्रभुपाद 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 जय जय प्रभुपाद। जय जय गुरुदेव 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 जय जय गुरुदेव। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। नमः ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन्निति नामिने। जय कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम राम राम। നമുക്ക് ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ ക്യാൻഡോ അഞ്ചാമത്തെ അധ്യായം 4-ാമത്തെ ശ്ലോകത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. അനുഷ്ടുപ് ഛന്ദസ് നമുക്ക് വായിക്കാം. ജിജ്ഞാസിതം അധീതം ച ബ്രഹ്മ യത്തത് സനാതനം തഥാപി ശോചസ്യാത്മാനം അകൃതാർത്ഥ ഇവ പ്രഭോ. നാരദമുനി ചോദിക്കുകയാണ്, ജിജ്ഞാസിതം അധീതം ച ബ്രഹ്മ യത്തത് സനാതനം തഥാപി ശോചസ്യാത്മാനം അകൃതാർത്ഥ ഇവ പ്രഭോ. ജിജ്ഞാസിതം അധീതം ച ബ്രഹ്മ യത്തത് സനാതനം തഥാപി ശോചസ്യാത്മാനം അകൃതാർത്ഥ ഇവ പ്രഭോ. എന്താണ് ചോദിക്കുന്നത്? ജിജ്ഞാസിതം ജിജ്ഞാസിതം അധീതം ച. You have fully delineated the subject of impersonal Brahman as well as the knowledge derived therefrom. ബ്രഹ്മ യത് സനാതനം, സനാതനമായ ആ ബ്രഹ്മത്തെയും അതിനെക്കുറിച്ചുള്ള എല്ലാ ജ്ഞാനത്തെയും അങ്ങ് പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? അത് വെറുതെ പറയുകയല്ല ചെയ്തിരിക്കുന്നത്, അങ്ങ് അതിനെ വളരെ കാര്യമായിട്ട് തന്നെ, അതായത് മനസ്സിലായാലേ അത്രയും കാര്യമായിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ വ്യാസദേവന്. അതുകൊണ്ട് തന്നെ മഹാഭാരതം എന്ന കാവ്യത്തിൽ കൂടി, അല്ലെങ്കിൽ വേദാന്ത സൂത്രം, ഉപനിഷത്തുക്കൾ എല്ലാത്തിലും ബ്രഹ്മൻ എല്ലാ തരത്തിലുള്ള അറിവുകളും അങ്ങ് എഴുതി കഴിഞ്ഞിരിക്കുന്നു. തഥാപി എങ്കിലും ശോചസി ആത്മാനം. ശോചസി എന്ന് പറഞ്ഞാൽ വിഷമിക്കുക എന്നാണ്. ശോച്യ അല്ലെങ്കിൽ ശോച്യാവസ്ഥ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ. ശോചസി, ശോച്യസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിഷമിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുക എന്ന്. തഥാപി എന്നിട്ടും ശോചസി ആത്മാനം, അങ്ങ് എന്തിനാണ് ഇപ്രകാരം വിഷമിക്കുന്നത്? അകൃതാർത്ഥ ഇവ പ്രഭോ. എന്താണ് അകൃതാർത്ഥ എന്ന് പറഞ്ഞാൽ? കൃതാർത്ഥനായി എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് നമ്മൾ നന്ദി പറയുന്നതിനാണ് അല്ലേ. അകൃതാർത്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയായില്ല എന്ന് നമുക്ക് ഒരു കുറ്റബോധമുണ്ടായി, അതുപോലെ എന്താണ് അകൃതാർത്ഥ.
അതായത് ശരിയായില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു കുറ്റബോധം പോലെ. അങ്ങനെയാണ് വ്യാസദേവന്റെ ഇപ്പോഴത്തെ ഇരിപ്പ്, അല്ലെ? അദ്ദേഹത്തിന്റെ മുഖത്തെ ആ ഒരു വിഷമം കണ്ടിട്ട് നാരദ മഹർഷി ചോദിക്കുകയാണ്, അങ്ങ് ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് ഇത്രയധികം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ടും തീർച്ചയായും അങ്ങ് എന്താണ് ഒന്നും കംപ്ലീറ്റ് ആയില്ല എന്ന രീതിയിൽ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? Why should you be despondent in spite of all this, thinking that you are undone, my dear Prabhu? പ്രിയപ്പെട്ട പ്രഭു എന്നാണ്, പ്രഭോ എന്നാണ് ആര് ഗുരു ശിഷ്യനെ വിളിക്കുന്നത്. അപ്പോ വ്യാസദേവൻ തന്റെ പൂർണ്ണജ്ഞാനം ഏറ്റവും അവസാനം അദ്ദേഹം വേദാന്ത സൂത്രം എന്ന് പറയുന്ന ആ ഒരു ബ്രഹ്മസൂത്രം എന്നും അതിനെ പറയും. അതാണ് ഈ ലിറ്ററേച്ചറിന്റെ അൾട്ടിമേറ്റ് ഫിലോസഫിക്കൽ എക്സ്പോസിഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഏറ്റവും ഉന്നതമായിട്ടുള്ള തത്വചിന്തയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള കാര്യം അതാണ് എന്നാണ് വേദാന്ത സൂത്രം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങ് അപൂർണമായി എന്ന്, അല്ലെങ്കിൽ ഞാൻ എഴുതിയത് മുഴുവൻ പൂർണ്ണമായില്ല എന്ന് വിചാരിക്കുന്നത് എന്ന് ആര് ചോദിക്കുന്നു? നാരദ മഹർഷി തന്റെ ശിഷ്യനായ വ്യാസദേവനോട് ചോദിക്കുന്നു. ജിജ്ഞാസിതം അധീതം ച ബ്രഹ്മ യത്തത് സനാതനം തഥാപി ശോചസി ആത്മാനം. ശ്ലോകത്തിലെ 5-ാമത്തെ ശ്ലോകം. ഇത് നമുക്കറിയാം, ഈ ശ്ലോകം കുറച്ചും കൂടെ നീളമുള്ള ശ്ലോകമാണ്. അപ്പോ നമുക്ക് അനുഷ്ടുപ് ഛന്ദസ്സിൽ വായിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾക്ക് കുറച്ചും കൂടെ നീളമുള്ള മീറ്ററിലാണ് ഇത് വായിക്കുന്നത്. വ്യാസ ഉവാച അസ്ത്യേവ മേ സർവം ഇദം ത്വയോക്തം തഥാപി നാത്മാ പരിതുഷ്യത്തെ മേ തന്മൂലം അവ്യക്തം അഗാധബോധം പൃച്ഛാമഹേ ത്വാത്മ ഭവാത്മഭൂതം. അസ്ത്യേവ മേ സർവം ഇദം ത്വയോക്തം തഥാപി നാത്മാ പരിശുഷ്യത്തെ മേ തന്മൂലമവ്യക്തം അഗാധബോധം പൃച്ഛാമഹേ ത്വാത്മ ഭവാത്മഭൂതം. അസ്ത്യേവ മേ സർവം ഇദം ത്വയോക്തം തഥാപി നാത്മാ പരിതുഷ്യത്തെ മേ തന്മൂലമവ്യക്തം അഗാധബോധം പൃച്ഛാമഹേ ത്വാത്മ ഭവാത്മഭൂതം. ഗുരു ചോദിച്ചു, എന്താണ് വിഷമിച്ചിരിക്കുന്നത് ശിഷ്യ? അപ്പോ വ്യാസദേവൻ പറയുന്നു, അസ്ത്യേവ മേ സർവം ഇദം ത്വയോക്തം. ത്വയ എന്ന് പറഞ്ഞ അങ്ങ്, ഉക്തം അരുളി ചെയ്ത, ഇത്രയും നേരം അങ്ങ് എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്. എന്നെ കുറിച്ച് താങ്കൾ എന്ത് ചെയ്തിരിക്കുന്നു? അങ്ങ് കണക്കാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്, പ്രസ്താവിച്ചതെല്ലാം സത്യം തന്നെയാണ്. തഥാപി, അവിടെയും തഥാപി, എങ്കിലും നാ ആത്മാ പരിതുഷ്യത്തെ മേ, ന ഇല്ല, ആത്മാ എന്റെ ആത്മാവ് അല്ലെങ്കിൽ എന്റെ മനസ്സ്, ന ആത്മാ പരിതുഷ്യത്തെ. തുഷ്യത്തി എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക, തോഷ എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ, സന്തോഷം അല്ലെ, അതിന്റെ മൂലരൂപമാണ് തുഷ്യത്തി, അതാണ് സന്തോഷിക്കുക. അപ്പൊ പരിതുഷ്യത്തെ മേ, യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നില്ല, അല്ലെ? എന്താണ് പറഞ്ഞത് വ്യാസദേവൻ? ശരിയാണ്, അങ്ങ് എന്നെ കുറിച്ച് പറഞ്ഞത്, ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞതൊക്കെ ശരിയാണ്. എന്നാലും ആത്മാ പരിതുഷ്യത്തെ മേ, എന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നില്ല? അങ്ങനെ എന്താണ്, യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നില്ല. പക്ഷേ തന്മൂലം അവ്യക്തം, അതിന്റെ കാരണം, തന്മൂലം അവ്യക്തം, എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്താണ്? അഗാധബോധം. വന്നിട്ട് ഞാന് അത്രയ്ക്ക് ബോധവാനായിട്ടുള്ള വ്യക്തിയല്ല, അങ്ങ് അഗാധ ബോധവാനാണ്, അല്ലെ? നാരദ മഹർഷിയോട് വ്യാസദേവൻ പറയുകയാണ്, ശിഷ്യൻ ഗുരുവിനോട് പറയുകയാണ്, ഞാന് അത്രയ്ക്ക് ബോധമുള്ള വ്യക്തിയൊന്നുമല്ല,
അങ്ങ് അഗാധ ബോധമുള്ള വ്യക്തിയാണ്, അനന്തജ്ഞാനമുള്ള വ്യക്തിയാണ്. അപ്പോ പൃച്ഛാമഹേ, പൃച്ഛാമ, പൃച്ഛാമ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തന്നാലും, അല്ലേ? പൃച്ഛാമഹേ, എന്താണ് പറയുന്നത്? ഡു ഇൻക്വയർ, ഞാൻ ചോദിക്കുകയാണ്, അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും. ആരോട് ചോദിക്കുന്നു? ത്വാം, ത്വാം, അങ്ങയോട് ചോദിക്കുന്നു. ആത്മഭവ, ആത്മഭൂതം. രണ്ട് വിശേഷണങ്ങൾ ആരുടെയാണ്? നാരദ മഹർഷിയുടെയാണ്. ത്വാം, അങ്ങ്. ആരാണ്? ആത്മഭവ, ആത്മഭൂതം. എന്താണ് ആത്മഭവ? സെൽഫ് ബോൺ. ആരാണ് സെൽഫ് ബോൺ? ബ്രഹ്മദേവൻ. ആത്മഭൂതം ആരാണ്? മകൻ. അപ്പോ ആത്മഭവ ആത്മഭൂതം എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവന്റെ മകൻ ആരാണ്? നാരദ മഹർഷി. അപ്പൊ വ്യാസദേവൻ പറയുന്നു, അസ്ത്യേവമേ സർവമിതം ത്വയോക്തം തഥാപി നാ ആത്മപരിതുഷ്യതേമേ. എന്റെ ആത്മാവ് തുഷ്യത അല്ലെങ്കിൽ പരിതുഷ്യത, സന്തോഷിക്കുന്നില്ല. തന്മൂലം അവ്യക്തം, എനിക്ക് അതിന്റെ കാരണം മനസ്സിലാകുന്നില്ല. അവ്യക്തം, അഗാധ ബോധം. കാരണം ഞാൻ ലിമിറ്റഡ് ബോധമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ജ്ഞാനം ലിമിറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഞാനൊരു ജീവാത്മാവാണ്. അങ്ങ്, എന്റെ ഗുരുവായ അങ്ങ് അഗാധ ബോധം, അങ്ങേക്ക് അനന്തജ്ഞാനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് പൃച്ഛാമഹേ, ഞാൻ അങ്ങയോട് അന്വേഷിക്കുകയാണ്. ത്വാം, അങ്ങ്. ആരാണ് അങ്ങ്? ആ ആത്മഭൂതം, ആത്മഭവ ആത്മഭൂതം. ആത്മഭവ എന്ന് പറഞ്ഞാൽ സ്വയംഭൂ. അതാരാണ്? ബ്രഹ്മദേവൻ. സ്വയംഭൂ, ആത്മഭവ, ആത്മഭൂത, അദ്ദേഹത്തിന്റെ സന്തതിയാണ് അങ്ങ്, അല്ലെ? അപ്പൊ വ്യാസദേവൻ എന്താ പറഞ്ഞത്? ഓൾ യു ഹാവ് സെഡ് അബൌട്ട് മീ ഈസ് പെർഫെക്റ്റ്ലി കറക്റ്റ്. ഡെസ്പൈറ്റ് ഓൾ ദിസ് ഐ എം നോട്ട് പാസിഫൈഡ്. I therefore question you about the root cause of my dissatisfaction. For you are a man of unlimited knowledge, agatha botham, due to your being the offspring of one who is self-born, ആത്മഭവ ആത്മഭൂതം. അതുകൊണ്ട് നാരദ മഹർഷിയോട് എന്തായാലും എന്ന് ചോദിക്കുകയാണ്, വ്യാസദേവൻ ചോദിക്കുകയാണ്. ഇത് തന്നെയാണല്ലേ എന്താണ് ഭഗവാനോട് ഭഗവാനോട് അർജുനനും ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നു, ബുദ്ധിയെല്ലാം എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കൃഷ്ണ. എനിക്ക് അങ്ങ് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരണം. അതായത് മുന്നോട്ട് പോകാൻ, ആധ്യാത്മികമായി പുരോഗമിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ആ ഒരു പ്രതിബന്ധം കടന്നു മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. എങ്കിൽ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെ സഹായം തേടണം? ഗുരുവിന്റെ സഹായം തേടണം. ആ ഗുരു നമ്മുടെ ദീക്ഷാ ഗുരുവാകാം, അഥവാ ആ ദീക്ഷാ ഗുരുവിന് നമ്മൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ ശിക്ഷാ ഗുരുക്കന്മാരാകാം. ഈ പ്രതിബന്ധത്തെ അതേപോലെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. വ്യാസദേവന്റെ ആ ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഭക്തിയിൽ നമുക്കുണ്ടാകുന്ന പ്രതിബന്ധം പോലെ നമുക്ക് കരുതാം. വ്യാസദേവൻ അത് ആരോട് ചോദിച്ചു? അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അടുത്ത് പോയി. അപ്പൊ നമ്മളും ഈ പ്രകാരം മുന്നോട്ട് പോകുമ്പോ, അതായത് ആധ്യാത്മികമായി പുരോഗതിയിൽ മുന്നോട്ട് പോകുമ്പോ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ തീരുമാനമെടുക്കാവുന്നതോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൺഫ്യൂഷൻ ഉള്ളതോ അങ്ങനെ മനസ്സിലാകാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈതർ നമ്മുടെ ദീക്ഷാഗുരു അല്ലെങ്കിൽ ശിക്ഷാ ഗുരുക്കന്മാരായ വൈഷ്ണവരോട് ചോദിച്ച് എന്ത് ചെയ്യണം? നമ്മളുടെ ആ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, കാരണം അത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് പറ്റുകയുള്ളൂ? മുന്നോട്ട് പുരോഗമിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് ഇവിടെ വ്യാസദേവൻ ചെയ്യുന്നത്. അപ്പോ ഒരു പേഴ്സണാലിറ്റി, വ്യക്തി എന്താണ്? നാരദനെ പോലെയുള്ള ഒരു വ്യക്തിയാണ് ആർക്ക് വേണ്ടത്? വ്യാസദേവന് വേണ്ടത്. എന്തിന്? ഈ ബുദ്ധിമുട്ട്, എന്താണ് ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങേക്ക് അനന്തമായ ജ്ഞാനമുണ്ട്. ആകയാൽ എന്റെ അസംതൃപ്തിക്ക് മൂലഹേതു എന്തെന്ന് ഞാൻ താങ്കളോട് ആരായുന്നു. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് വ്യാസദേവൻ നാരദ മഹർഷിയാണ് ഈ ഒരു ഉത്തരം തരാൻ വേണ്ടിയിട്ട് യോഗ്യനെന്ന് കരുതുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. എന്താണ്? 6ാമത്തെ ശ്ലോകം. സവൈ ഭവാൻ വേദ സമസ്ത ഗുഹ്യം ഉപാസിതോ യത് പുരുഷ പുരാണ
പരാവരേശോ മനസൈവ വിശ്വം സൃജത്യവത്യത്തി ഗുണൈരസംഗാ स वै भवान् वेद समस्तगुह्यम् उपासितो यत् पुरुष पुराण परावरेशो मनसैव विश्वम् സൃജത്യവത്യത്തി ഗുണൈരസംഗ. എന്താണ്? ഒന്നും കൂടി. സവൈ ഭവാൻ വേദ സമസ്ത ഗുഹ്യം ഉപാസിതോ യത് പുരുഷ പുരാണ പരാവരേശോ മനസൈവ വിശ്വം സൃജത്യവത്യത്തി ഗുണൈരസംഗ. എന്താണ് നാരദ മഹർഷിക്ക്, അതായത് ഗുരുവിന് ഉള്ള യോഗ്യത? തന്റെ ആ ഒരു ലിമിറ്റഡ് നോളജ്, അതുകൊണ്ട് തനിക്ക് ഉണ്ടായ ആ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ എന്താണ്, ന പരിതുഷ്യതി അല്ലെ, ന ആത്മ പരിതുഷ്യതി, എന്റെ ആത്മാവ് സന്തോഷിക്കുന്നില്ല. വ്യാസദേവന് മനസ്സിലായി എന്റെ നോളജ് ലിമിറ്റഡ് ആണ് എന്ന്. അപ്പൊ ഈ അൺലിമിറ്റഡ് നോളജ് നാരദ മഹർഷിക്ക് എങ്ങനെയാണ് വന്നത് എന്ന് പറയുന്നു. My Lord, everything that is mysterious is known to you because you worship the creator and destroyer of the material world and the maintainer of the spiritual world, the original personality of Godhead, who is transcendental to the three modes of material nature. എന്താണ്? അദ്ദേഹത്തിന്റെ ഒരേ ഒരു ഗുണം എന്താണ്? ഭഗവാന്റെ ഭക്തനായത് കൊണ്ടാണ് എന്നാണ് വ്യാസദേവൻ ഇവിടെ പറയുന്നത്. എന്താണ്? സവൈ ഭവാൻ വേദ സമസ്ത ഗുഹ്യം. അങ്ങ് വേദ, എല്ലാത്തിനെ കുറിച്ചും, സമസ്ത ഗുഹ്യം, എല്ലാ രഹസ്യങ്ങളെ കുറിച്ചും അറിവുള്ള ആളാണ്. കാരണം ഉപാസിതോ യത് പുരുഷ പുരാണം. ഉപാസിത, ഉപാസിക്കുക, എന്താണ്? ഭക്തനാണ്, അല്ലെങ്കിൽ ഭക്തിയുത സേവനം ചെയ്യുക, ഉപാസന, നമുക്കറിയാം ആ വാക്ക്. ഉപാസിതോ, അതായത് അങ്ങ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണാപാണി അല്ലെ, നാരദമുനി ഗായേ വീണ, ഏത് ആ വീണയ്ക്കകത്ത് എന്താണ് ഭജിച്ചുകൊണ്ടിരിക്കുന്നത്? രാധാകൃഷ്ണനാമേ. അതായത് ശ്രീമൻ നാരായണൻ, ലക്ഷ്മി ദേവി, നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രപഞ്ചങ്ങളിലും സഞ്ചരിച്ച് നിരന്തരം ഹരിനാമം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ ഭക്തിയുത സേവനം, പിന്നെ എല്ലായിടത്തും നടന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ആൾക്കാർക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം പകർന്നു കൊടുക്കുന്നു. അതുകൊണ്ട് എന്താണ്? ഭക്തിയുത സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ആരുടെ ഭക്തിയുത സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പുരുഷ പുരാണ പരാവരേശോ മനസൈവ വിശ്വം സൃജത്തി അവത്തി അത്തി ഗുണൈരസംഗ. ആരുടെ? പരമദിവ്യോത്തമ പുരുഷൻ. എങ്ങനെയാണ് ഇവിടെ പരമദിവ്യോത്തമ പുരുഷനെ വിവരിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? പുരുഷ പുരാണ, എന്താണ്? സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്, ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള, അതായത് ആദി പുരുഷം അല്ലെ, ഗോവിന്ദം ആദി പുരുഷം. പുരുഷ പുരാണ, എന്താണ് പറയുന്നത്? ഗോവിന്ദം ആദി പുരുഷം, ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പുരുഷൻ ആരാണ്? പരമദിവ്യോത്തമ പുരുഷൻ. പിന്നെ പരാവരേശ, പരാ അവര, പര അവര, രണ്ടു തരത്തിലുള്ള സൃഷ്ടികൾ. പര അവര എന്ന് പറഞ്ഞാൽ ഭൗതികവും ആധ്യാത്മികവും. പര ഭൗതികവും, അവര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മികവും. പരാപ്രകൃതി അപരാപ്രകൃതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൺട്രോളർ ഓഫ് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ വേൾഡ്സ്, അതാണ് പരാവര ഈശ. ഈശ എന്ന് പറഞ്ഞാൽ നിയന്താവ്. പരാവര ഈശ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഭൗതിക ലോകത്തിന്റെയും ആധ്യാത്മിക ലോകത്തിന്റെയും നിരന്താവ്. ഇനി മനസ ഏവ വിശ്വം സൃജത്തി അവത്തി അത്തി ഗുണൈ അസംഗ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? മനസാ ഏവ വിശ്വം സൃജത്തി അവതി. എന്താണ് ചെയ്യുന്നത്? വിശ്വം, പ്രപഞ്ചത്തെ, സൃജത്തി സൃഷ്ടിക്കുന്നു, അവതി നശിപ്പിക്കുന്നു. എങ്കിലും അതിൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നതേയില്ല, അസംഗ അല്ലെ. ഇതാണ് പരമദിവ്യോത്തമ പുരുഷൻ. നോക്കൂ, ഇവിടെ നാരദ മഹർഷിയെ വിവരിക്കുമ്പോ
അദ്ദേഹം ആകെ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഉപാസിതോ. ഈ ഉപാസിതോ എന്നതിന്റെ ബാക്കിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഭഗവാനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യത് പുരുഷ പുരാണ പരാവരൈഷ മനസേവ വിശ്വം സൃജതി അവതി ഗുണൈർ അസംഗ. ഇത്രയും കാര്യങ്ങൾ ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ട് ആ ഭഗവാന്റെ ഭക്തനായതുകൊണ്ട് അങ്ങ് എന്താണ്? വേദ സമസ്ത ഗുഹ്യം. സവൈ ഭവാൻ വേദ സമസ്ത ഗുഹ്യം. അല്ലെ, ഇതാണ് ഒരു പരമദിവ്യോത്തമ പുരുഷന്റെ ഭക്തനായ ഒരുവന് എന്താണുള്ളത്? ജ്ഞാനം, കംപ്ലീറ്റ് ആയിട്ടുള്ള ജ്ഞാനം ഉണ്ടാവും എന്നത് ആര് പറയുന്നു? ഇവിടെ വ്യാസദേവൻ പറയുന്നു. ഉദാഹരണം, നാരദ മഹർഷി അദ്ദേഹത്തിന്റെ ഗുരു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭഗവാന്റെ ഭക്തനാകയാൽ അദ്ദേഹം എന്താണ്? വേദ സമസ്ത ഗുഹ്യം ആണെന്നാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവത് സേവനത്തിൽ 100% നിരതനായ ഒരാൾ സർവവിജ്ഞാനത്തിന്റെയും സംജ്ഞയാകുന്നു. അത്തരം ഭഗവത് ഭക്തൻ ഭക്തിയുത സേവനത്തിൽ പരിപൂർണതയുടെ സാക്ഷാത്കാര സാന്ദ്രനും പരമദിവ്യോത്തമ പുരുഷന്റെ യോഗ്യതകളാൽ പൂർണ്ണ അഭിജ്ഞനും ആകുന്നു. അങ്ങനെ 8 വിധ യോഗശക്തികളുടെ പരിപൂർണത സാക്ഷാത്കാരം അദ്ദേഹത്തിന്റെ ദൈവിക സമ്പത്തിന്റെ സമക്ഷം വളരെ തുച്ഛമായിത്തീരുന്നു. എന്താണ് പറയുന്നത്? നിങ്ങൾ എത്ര തരം യോഗ സിദ്ധികളും അഷ്ടസിദ്ധികൾ, അണിമ, ലഖിമ, ഗരിമ, മഹിമ, പിന്നെന്താണ് പരകായ പ്രവേശനത്തിനുള്ള സിദ്ധി, ഇങ്ങനെ എന്തൊക്കെ സിദ്ധികൾ എടുത്താലും ഏറ്റവും അവസാനം ഭക്തന്മാരുടെ മുന്നിൽ ആ പരമദിവ്യോത്തമ പുരുഷനെ പൂർണ്ണമായി മനസ്സിലാക്കിയ ആളുടെ മുന്നിൽ ആ സിദ്ധികൾക്കൊന്നും ഒരു വിലയുമില്ല, ആ ജ്ഞാനത്തിനൊന്നും ഒരു വിലയുമില്ല. കാരണം പരമദിവ്യോത്തമ പുരുഷനെ മനസ്സിലാക്കിയ ആൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ പരിപൂർണമായിട്ടുള്ള ജ്ഞാനമുണ്ട് എന്നാണ് ഇവിടെ ആര് പറയുന്നത്? വ്യാസദേവൻ പറയുന്നത്. ഇനി 7ാമത്തെ ശ്ലോകം എന്താണ്? 7ാമത്തെ ശ്ലോകം 7ാമത്തെ ശ്ലോകം അദ്ദേഹത്തിന്റെ ഇനി ഒരു ഗുണം കൂടെ, അതായത് വ്യാസദേവൻ ആരോട് പറയുന്നു? നമ്മുടെ നാരദ മഹർഷിയോട് പറയുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഗുണം കൂടി പറയുന്നു. ത്വം പര്യടൻ അർക്ക ഇവ ത്രിലോകം അന്തശ്ചരോ വായുർ ഇവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മതോ വ്രതൈ സ്നാതസ്യ മേ ന്യൂനം അലം വിചക്ഷ്വ. ത്വം പര്യടൻ അർക്ക ഇവ ത്രിലോകീം അന്തശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മതോ വ്രതൈ സ്നാതസ്യ മേ ന്യൂനം അലം വിചക്ഷ്വ. ത്വം പര്യടൻ അർക്ക ഇവ ത്രിലോകീം അന്തശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മതോ വ്രതൈ സ്നാതസ്യ മേ ന്യൂനം അലം വിചക്ഷ്വ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങയുടെ നന്മ എന്താണ്? എന്താണ് അങ്ങയുടെ ഗുണം? ത്വം പര്യടൻ, ത്വം അങ്ങ്. പര്യടൻ എന്ന് പറഞ്ഞാൽ പര്യടനം ചെയ്യുക, സഞ്ചരിക്കുക എന്നാണ്. നാരദമുനി എവിടെയാണ് സഞ്ചരിക്കുന്നത്? ത്രിലോകി, അതായത് ഈ 3 ലോകങ്ങളിലും. 3 ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപരിലോകങ്ങൾ, ഭൂമി പോലെയുള്ള ഭൂർഭുവ സ്വഹ അല്ലെ, അതായത് ഉപരിലോകങ്ങളിലും ഭൂലോകത്തിലും ഈവൻ താഴെ പാതാള ലോകങ്ങൾ, അതായത് അധമ ലോകങ്ങളിലും കൂടി അദ്ദേഹത്തിന് എവിടെയും നാരദ മഹർഷിക്ക് ഒരു റെസ്ട്രിക്ഷനുമില്ല, എവിടെ വേണമെങ്കിലും പോകാം. അത് ഭഗവാന്റെ കാരുണ്യമാണ് അല്ലെ, അദ്ദേഹത്തിന്റെ ഇതുകൊണ്ടാണ്, അദ്ദേഹം കൊടുത്ത വരം കൊണ്ടാണ്. ആരാണ് ഈ പ്രപഞ്ചത്തിലെങ്ങും ഇതേപോലെ സഞ്ചരിക്കുന്ന ഇനി ഒരാളും കൂടി ഉണ്ട്? സൂര്യൻ. അപ്പോ അങ്ങ് സൂര്യനെ പോലെ ത്രിലോകങ്ങളിൽ എല്ലാം സഞ്ചരിക്കുന്നവനാണ് എന്ന് പറയുന്നു. ലൈക്ക് ദ സൺ, യുവർ ഗുഡ്നെസ് ക്യാൻ ട്രാവൽ എവ്രിവെയർ ഇൻ ദ 3 വേൾഡ്സ്. ത്വം പര്യടൻ അർക്ക ഇവ. അർക്ക എന്ന് പറഞ്ഞാൽ അർക്കൻ, സൂര്യൻ. ഇവ, അർക്ക ഇവ എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെ. ത്രിലോകി, 3 ലോകങ്ങളിലും. ഇനി ഒരാളുടെ കാര്യം പറയുന്നു. അന്തശ്ചരോ വായുർ ഇവ ആത്മസാക്ഷി. എന്താണ് അന്തശ്ചരോ? എല്ലാവരുടെയും ഹൃദയത്തിൽ എന്താണ്
എന്ന് നാരദ മഹർഷിക്ക് അറിയാൻ പറ്റും. കാരണം വായുവിനെ പോലെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ആ ഒരു ബോധത്തിനെ പൂർണ്ണമായിട്ടും അറിയുന്ന ആളാണ് ആര്? നാരദ മഹർഷി. കാരണം എന്താണ് വ്യാസദേവന്റെ ഉള്ളിലുള്ളത് എന്ന് നാരദ മഹർഷിക്ക് അറിയാൻ പറ്റും. എന്താണ് ഹിരണ്യകശിപുവിന്റെ ഉള്ളിലുള്ളത് എന്ന് നാരദ മഹർഷിക്ക് അറിയാൻ പറ്റും. എന്താണ് പ്രഹ്ലാദന്റെ ഉള്ളിലുള്ളതെന്ന് നാരദ മഹർഷിക്ക് അറിയാൻ പറ്റും. എന്താണ് മൃഗാരിയുടെ ഉള്ളിലുള്ളതെന്ന് നാരദ മഹർഷിക്ക് അറിയാൻ പറ്റും. എന്താണ് ധ്രുവ മഹാരാജാവിന്റെ ഉള്ളിലുള്ളതെന്ന് നാരദ മഹർഷിക്ക് അറിയാൻ പറ്റും. ഇവരെല്ലാം ആരാണെന്ന് അറിയാമോ? നാരദ മഹർഷിയുടെ ശിഷ്യന്മാരാണ്. അപ്പോ അന്തശ്ചരോ വായുർ, വായുവിനെ പോലെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ട് ആത്മസാക്ഷി, എന്താണ് സൂപ്പർ സോളിനെ പോലെ എല്ലാവരുടെയും ഹൃദയത്തിൽ അറിയാവുന്ന, അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാവുന്ന ആളാണ്. പിന്നെ എന്താണ്? പരാവരെ ബ്രഹ്മണി ധർമ്മത്തോ വ്രതൈ. എന്താണ്? അങ്ങ് എന്ത് ചെയ്യുകയാണ്? പരാവരെ, ഇൻ ദ മാറ്റർ ഓഫ് കോഴ്സ് ആൻഡ് ഇഫക്റ്റ്, ബ്രഹ്മണി ഇൻ ദ അബ്സല്യൂട്ട് ധർമ്മത അണ്ടർ ഡിസിപ്ലിനറി റെഗുലേഷൻസ്. എന്താ പറയുന്നത്? Your goodness can travel everywhere in the three worlds. മൂന്ന് ലോകങ്ങളിലും സഞ്ചരിക്കാം. And like the air, you can penetrate the internal region of everyone. എല്ലാവരുടെയും ഹൃദയത്തിലുള്ളത് അറിയാൻ പറ്റും. അങ്ങനെ ഉള്ളത് കൊണ്ട് as such you are as good as all pervasive super soul. അതുകൊണ്ട് എല്ലാം അറിയാവുന്നത് കൊണ്ട് നോക്കൂ, ഭക്തനും ഭഗവാനും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ്, പരിശുദ്ധ ഭക്തനും ഭഗവാനും തമ്മിൽ എന്താണ് ബന്ധം, അല്ലെങ്കിൽ എന്താണ് വ്യത്യാസമില്ലാത്തത് എന്നാണ് വ്യാസദേവൻ ഇവിടെ പറയുന്നത്. നാരദ മഹർഷി പരിപൂർണമായും ഭഗവാന്റെ ഭക്തനാകയാൽ ഭഗവാന്റെ ക്വാളിറ്റീസ് എല്ലാം ആർക്ക് കിട്ടിയിരിക്കുന്നു? നാരദ മഹർഷിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് ആര് പറയുന്നു? വ്യാസദേവൻ പറയുന്നു. ആസ് സച്ച് യു ആർ ആസ് ഗുഡ് ആസ് ദ ഓൾ പെർവേസീവ് സൂപ്പർ സോൾ. എന്താണ്? പരാവരെ ബ്രഹ്മണി ധർമ്മത്തോ വ്രതൈ സ്നാതസ്യ മേ ന്യൂനം അലം വിചക്ഷു. പ്ലീസ് therefore find out the deficiency in me. മേ ന്യൂനം. എന്താണ് എന്റെ ന്യൂനം? എന്റെ ന്യൂനത എന്താണ്? അലം വിചക്ഷ്വ. എത്ര തന്നെ ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്റെ ന്യൂനത എന്താണ് എന്ന് അങ്ങയുടെ ഈ ക്വാളിറ്റീസ് കൊണ്ട് കണ്ടുപിടിച്ചു തരണം. എന്താണ് ക്വാളിറ്റി പറഞ്ഞത്? അങ്ങ് പറഞ്ഞതെല്ലാം കറക്റ്റ് ആണല്ലയോ നാരദ മഹർഷിയെ? ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിലും എനിക്കൊരു സന്തുഷ്ടിയുമില്ല. പക്ഷെ അതിന്റെ കാരണം എനിക്കറിയില്ല. കാരണം എന്റെ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റഡ് ആണ്. അങ്ങ് അഗാധ ജ്ഞാനമുള്ളവനാണ്. എന്തുകൊണ്ടാണ് അങ്ങേക്ക് അഗാധ ജ്ഞാനമുള്ളത്? അങ്ങ് ആ പരമദിവ്യോത്തമ പുരുഷൻ, ആരാണ് അദ്ദേഹം? എല്ലാം അറിയുന്ന പരമദിവ്യോത്തമ പുരുഷന്റെ പരിശുദ്ധ ഭക്തനാണ്. അതുകൊണ്ട് ആ പരമദിവ്യോത്തമ പുരുഷനെ പോലെ അങ്ങേക്ക് എല്ലാവരുടെ ഹൃദയത്തിലും എന്താണ് ഉള്ളതെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് എന്റെ ഈ ന്യൂനത എന്താണെന്ന് അങ്ങ് പറഞ്ഞു തരണം. അതാണ് നാരദ മഹർഷിയോട് പറയുന്നത്. എന്താണ്? വ്യാസദേവന്റെ റിക്വസ്റ്റ് ആണ്. ഇനി എന്ത് ചെയ്യും നാരദ മഹർഷി? ഇവിടെ ശ്രീല പ്രഭുപാദ് നമുക്കതിന്റെ വിവർത്തനം കഴിഞ്ഞിട്ട് ഭാവാർത്ഥത്തിൽ എന്താണ് ശ്രീല പ്രഭുപാദ് എഴുതിയിരിക്കുന്നത്? ഓക്കെ, അല്ല, അത് അടുത്ത ശ്ലോകമാണ് അല്ലേ? അടുത്ത ശ്ലോകം, 8ാമത്തെ ശ്ലോകം. യെസ്, 8ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ശ്രീനാരദ ഉവാച. ഇത് അനുഷ്ടുപ് ഛന്ദസ്സിലാണ് നമ്മൾ ജപിക്കുന്നത്. ഭവതാനുദിത പ്രായം യശോ ഭഗവതോ മലം യേനൈവാസൗ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. ശ്രീനാരദ ഉവാച. ഭവതാനുദിത പ്രായം യശോ ഭഗവതോ അമലം യേനൈവാസൗ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. ശ്രീനാരദ ഉവാച. ഭവതാനുദിത പ്രായം യശോ ഭഗവതോ മലം യേനൈവാസൗ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. എന്താണ് പറയുന്നത് നാരദ മഹർഷി? നേരെ ഇതിന്റെ ഈ ഒരു ശ്ലോകത്തില്, ഫസ്റ്റ് ശ്ലോകത്തിൽ തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് ആണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. ക്വസ്റ്റ്യൻ ചോദിച്ചു ആര്? വ്യാസദേവൻ. എന്താണ് എന്റെ കുഴപ്പം എന്ന് ചോദിച്ചു. അപ്പൊ നാരദ മഹർഷി നേരെ പറയുന്നു, ഇതാണ് നിന്റെ കുഴപ്പം. എന്താണ് കുഴപ്പം? ഭവതാനുദിത പ്രായം യശോ ഭാഗവതോ അമലം.
ഏനൈവാസൗ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. എന്താണ് ന തുഷ്യേതന്റെ കാരണം? ന തുഷ്യേത, അതായത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റുകയില്ല, സാറ്റിസ്ഫൈഡ് ആകാൻ അല്ലെങ്കിൽ തൃപ്തനാവാൻ പറ്റുകയില്ല. എന്തുകൊണ്ടാണ് തൃപ്തനാവാൻ പറ്റാത്തത്? ഭഗവാനെ കുറിച്ച് സംസാരിച്ചില്ല എങ്കിൽ ആർക്കും തൃപ്തനാവാൻ പറ്റുകയില്ല. നാരദ മഹർഷി എന്താണ് പറയുന്നത്? യഥാർത്ഥത്തിൽ പരമദിവ്യോത്തമ പുരുഷന്റെ ലോകോത്തരവും കളങ്കരഹിതവും ഉദാത്തവും മനോജ്ഞ ഗംഭീരവുമായ മഹാത്മ്യങ്ങളെ താങ്കൾ യഥാർത്ഥമായി സവിസ്തരമായി വർണ്ണിച്ചിട്ടില്ല. ആകയാൽ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തമാക്കാത്ത ആ ദർശനം മൂല്യരഹിതമായി ഗണിക്കപ്പെടുന്നു. വഴക്കു പറഞ്ഞിരിക്കുന്നു. എന്താണ്? അഖിലം, അപ്രധാനം. ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? അങ്ങ് അത് എഴുതി, ഇത് എഴുതി, ഭാഗവതം എഴുതി, അല്ല മഹാഭാരതം എഴുതി, പുരാണം എഴുതി, വേദാന്ത സൂത്രം എഴുതി, അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുകയാണ് തദ്ദർശനം ഖിലം. എന്താണ്? ആ തത്വശാസ്ത്രം അപ്രധാനമാണ്, അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞു കളഞ്ഞു. എന്താണ് കാരണം? അതൊന്നും എന്താണ് നല്ലതല്ല എന്നല്ല അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇനി ഒരു കാര്യം എഴുതാൻ കിടപ്പുണ്ട്. എന്താണ്? അല്ലെങ്കിൽ ഇനി ഒരു കാര്യം രചിക്കാൻ കിടക്കുന്നു. എന്താണ്? എന്തു പറഞ്ഞു? ഭവത അനുദിത്ത പ്രായം. അനുദിത്ത, അതായത് ഇത്ര നേരവും അത് ചെയ്തിട്ടില്ല. അനുദിത്ത പ്രായം, പുകഴ്ത്തപ്പെടാതെ ഇരിക്കുന്നു. ആരുടെ? എന്ത്? യശഃ, കീർത്തികൾ. ആരുടെ കീർത്തികൾ? ഭഗവതോ, പരമദിവ്യോത്തമ പുരുഷന്റെ കീർത്തികൾ. എന്താണ് അതിന്റെ പ്രത്യേകത? അമലം, കുറ്റമറ്റതാണ്, കളങ്കമറ്റതാണ്. അമലം, അമലം അല്ലെ? മലം എന്ന് പറഞ്ഞാൽ അഴുക്ക്, അമലം എന്ന് പറഞ്ഞാൽ അഴുക്കില്ലാത്തത് അല്ലെങ്കിൽ കളങ്കരഹിതമായത്. എന്താണ് ഇതുവരെ അനുദിതമായത്? ശ്രീകൃഷ്ണ ഭഗവാന്റെ അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷന്റെ മാഹാത്മ്യങ്ങൾ വന്നിട്ട് അങ്ങ് വിവരിച്ചില്ല. ഏനൈവ ആസോ തുഷ്യേത. ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സംതൃപ്തി വരിക? അതുകൊണ്ട് ഇതുവരെ അങ്ങ് ചെയ്തു വെച്ചതൊക്കെ മന്യേ തദ്ദർശനം ഖിലം. എന്താണ്? അപ്രധാനമാണ്. നേരെ ഗുരു എന്ത് ചെയ്യുന്നു? ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കട്ടിങ്, അല്ലെങ്കിൽ വഴക്ക് പറയേണ്ട സാഹചര്യത്തിൽ വഴക്ക് പറയേണ്ട ആളാണ്, എന്നാലേ ശിഷ്യ നേരെ ആവുകയുള്ളൂ. ഗുരു നമ്മളെ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. എന്താണ്? നമ്മളുടെ ഈഗോ, അഹങ്കാരം, ഇതെല്ലാം വന്നിട്ട് നഷ്ടപ്പെടാനേ ഉള്ളൂ. അല്ലാതെ നമ്മൾക്ക് ഒരു പേര് ദോഷവും കേൾക്കുന്നില്ല. കാരണം ഗുരു എന്ന് പറയുന്നത് ആരാണ്? വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയണം. ഗുരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിലും ഹാർഡായിട്ട് നമ്മളുടെ അനർത്ഥങ്ങളെ വന്നിട്ട് നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നാരദ മഹർഷി വ്യാസദേവനോട് ഒറ്റ ഒരു ആ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു, മന്യേ തദ്ദർശനം ഖിലം. എന്താണ്? ഇത്ര നാളും നീ എഴുതിയ തത്വശാസ്ത്രം എന്ന് പറയുന്നത് അപ്രധാനമായിരിക്കുന്നു. കാരണം നീ ഇതുവരെ പറയേണ്ട കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല നാരദ എന്ന് പറഞ്ഞു. അല്ലെ? എന്താണ് സമ്മതിക്കുന്നത്? എന്താണ്? വ്യക്തിഗത ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം വ്യവസ്ഥാപിതമായി ശാശ്വത യജമാനന്റെ നിത്യസേവകനായി വർത്തിക്കുന്നു. ഭഗവാൻ സ്വയം ജീവാത്മാക്കളായി വിസ്തരണം നടത്തിയിരിക്കുന്നത് അവരിൽ നിന്നുള്ള പ്രേമയുത സേവനം സ്വീകരിക്കാനായിട്ടാണ്. മാത്രവുമല്ല, ജീവാത്മാക്കളെയും ഭഗവാനെയും ഇരുവരെയും ഇരുവരെയും സംതൃപ്തമാക്കുന്ന ഏക ഘടകമാണ് ഇത്. എന്താണ്? ഭക്തിയുത സേവനത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാൻ പൂർണ്ണനാണ്, ജീവാത്മാവ് അദ്ദേഹത്തിന്റെ അംശമായ ഒരു സ്പാർക്കാണ്. ഈ സ്പാർക്കിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഈ ഫുള്ള് അല്ലെങ്കിൽ പൂർണ്ണനായിട്ടുള്ള ഭഗവാനെ സേവനം ചെയ്യുക എന്നുള്ളതാണ്. ജീവേര സ്വരൂപ ഹോയ് കൃഷ്ണേര നിത്യദാസ. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ആ ഭക്തിയോഗം കൊണ്ട് ഉള്ള കണക്ഷനിൽ കൂടി മാത്രമേ തുഷ്യേത, അല്ലെ, നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? സന്തോഷം കിട്ടുകയുള്ളൂ. അപ്പോ വ്യാസദേവൻ ഇത്രയേ നേരം എഴുതിയ ആ ഒരു വേദസാഹിത്യങ്ങളും വേദാന്ത സൂത്രവും അത് എല്ലാം വന്നിട്ട് എഴുതിയെങ്കിലും
പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ നാമലീല ഗുണരൂപങ്ങൾ വന്നിട്ട് പ്രത്യക്ഷത്തില് എന്ത് ചെയ്തിട്ടില്ല, വിവരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്ര നേരവും ചെയ്തിരിക്കുന്ന കാര്യമെല്ലാം വന്നിട്ട് എന്താണ്, ഇൻഡയറക്റ്റ് ആണ്. അത് ഭഗവാനെ കുറിച്ച് അല്ലാന്നല്ല നാരദ മഹർഷി പറയുന്നത്, ഇൻഡയറക്റ്റ് ആണ്. അവ്യക്തമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. വ്യക്തമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാന്റെ നാമം, രൂപം, ഗുണം, ലീല ഇതെല്ലാം വർണ്ണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിനക്ക് തൃപ്തി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ എന്താണ് അടുത്തത്? ഇതാണ് നാരദ മഹർഷി ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, ഭഗവാന്റെ അല്ല വ്യാസദേവൻ ആ ഒരു ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, അതൃപ്തിക്ക് കാരണം പറഞ്ഞിരിക്കുന്നു. നീ ഈ ഒരു കാര്യം ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. 9ാമത്തെ ശ്ലോകം. യഥാ ധർമാദയശ്ചാർത്ഥ മുനിവർയാനുകീർത്തിതഃ ന തഥാ വാസുദേവസ്യ महिमाहि अनुवर्णितः. यथा धर्मादयश्चार्थ मुनिवर्यानुकीर्तिता न तथा वासुदेवस्य महिमा हि अनुवर्णिता. यथा धर्मादयश्चार्थ मुनिवर्यानुकीर्तितः न तथा വാസുദേവസ്യ महिमा हि अनुवर्णितः. എന്താ പറഞ്ഞിരിക്കുന്നത്? യഥാ ധർമാദയശ്ചാർത്ഥ, എന്താണ്, ധർമ്മ അർത്ഥ കാമ മോക്ഷ തുടങ്ങിയ ധർമ്മ ആദയ 4 പുരുഷാർത്ഥങ്ങൾ അല്ലെ, ധർമ്മ ആദയ, ധർമ്മ അർത്ഥ കാമ മോക്ഷ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് എന്ത് വർണ്ണിച്ചിരിക്കുന്നു? മുനിവര്യ അങ്ങ്, അല്ലെ, മുനിവര്യ എന്ന് പറഞ്ഞാൽ വ്യാസദേവ, മുനിവര്യ എന്ത് ചെയ്തിരിക്കുന്നു? യഥ എങ്ങനെയാണോ, ധർമ്മ ആദയശ്ചാർത്ഥ പുരുഷാർത്ഥങ്ങളെ കുറിച്ച്, ധർമ്മ ആദിയായ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് മുനിവര്യ അനുകീർത്തിത അങ്ങ് വളരെ കാര്യമായിട്ട് വിവരിച്ചിരിക്കുന്നു. എവിടെ? ഈ ഉപനിഷത്തുക്കളിലും പുരാണങ്ങളിലും മറ്റ് ഇതിഹാസങ്ങളിലും മഹാഭാരതത്തിലും വേദങ്ങളിലും ഒക്കെ അങ്ങ് ഈ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് ഒരുപാട് വിവരിച്ചിട്ടുണ്ട്. ന തഥാ, ആ വിധത്തിൽ വിവരിച്ചിട്ടില്ല. എന്തു വിവരിച്ചിട്ടില്ല? വാസുദേവസ്യ മഹിമ, എന്താണ് വാസുദേവന്റെ മഹിമ? അനുവർണിത, വിവരിച്ചിട്ടില്ല. എന്താണ് വർണ്ണിക്കേണ്ട കാര്യം? എന്താണ്? വാസുദേവന്റെ മഹിമയാണ്. അങ്ങ് അത് വർണ്ണിച്ചിട്ടില്ല. പക്ഷെ അങ്ങ് എന്തൊക്കെ വർണ്ണിച്ചിരിക്കുന്നു? ധർമ്മ അർത്ഥ കാമ മോക്ഷ തുടങ്ങിയ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് എപ്രകാരം വർണ്ണിച്ചിരിക്കുന്നു? എന്താണ്? ഓൾദോ ഗ്രേറ്റ് സേജ്, you have very broadly described the 4 principles beginning with religious performances. You have not described the glories of Supreme Personality, Vasudeva. ഇതാണ് ഡയഗ്നോസിസ്, രോഗനിർണയം അല്ലേ? വ്യാസദേവനോട് പറയുകയാണ്, ഇത് ചെയ്തിട്ടില്ല. കാരണം ഇത് ചെയ്യാത്തത് കൊണ്ടാണ് നിനക്ക് പ്രശ്നം വന്നിരിക്കുന്നത് എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? നാരദ മഹർഷി റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ വിവരിച്ചു അല്ലയോ വ്യാസദേവ, നിങ്ങൾ ശ്രേഷ്ഠ ഋഷിയായ അങ്ങ്, പക്ഷേ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ വർണ്ണിച്ചില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങേക്ക് സന്തോഷമില്ലാത്തത്. കാരണം ഭക്തിയോഗം മാത്രമേ ഒരു ജീവാത്മാവിനെ പൂർണ്ണമായിട്ടും സംതൃപ്തനാക്കുകയുള്ളൂ എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? നാരദ മഹർഷി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് എഴുതുന്നു, വ്യാസദേവന്റെ നൈരാശ്യത്തിന് മൂലഹേതു ഇതാണ്. എന്ത്? ഭഗവത് മാഹാത്മ്യങ്ങളെ പരിത്യജിച്ചതാണ്. മതാനുഷ്ഠാനം, സാമ്പത്തിക പുരോഗതി, ഇന്ദ്രിയ സംതൃപ്തി, പരിത്രാണം, ഇതെന്താണ്? ധർമ്മ അർത്ഥ കാമ മോക്ഷ. മതാനുഷ്ഠാനം ധർമ്മ, റിലീജിയസ് പ്രിൻസിപ്പിൾ. അർത്ഥ സാമ്പത്തിക പുരോഗതി, കാമ ഇന്ദ്രിയ സംതൃപ്തി, മോക്ഷ പരിത്രാണം. ഇതെല്ലാം വന്നിട്ട് വളരെ ഇലാബറേറ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞിരിക്കുന്നു. പക്ഷെ അങ്ങ് മറ്റു കാര്യങ്ങളെ, അതായത് ഭഗവാന്റെ മഹാത്മ്യങ്ങളെ പ്രകീർത്തിക്കുന്നതില് എന്ത് അദ്ദേഹം വർണ്ണിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് അവ്യക്തമായിട്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് മാത്രം. ഈ 4 വിഷയങ്ങളും എത്രത്തോളം അങ്ങ് വർണ്ണിച്ചുവോ ഭഗവത് ഭക്തിയുത സേവനവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത് പ്രധാനമേ അല്ല. അത്
അവസാനത്തെ 10ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള, നിങ്ങൾക്ക് ഹൃദിസ്ഥമാക്കാൻ പറ്റുന്ന ശ്ലോകമാണ്. 1, 5, 10. നയത് വചശ്ചിത്രം പദം ഹരേര്യശോ ജഗത് പവിത്രം പ്രഗൃണീത കർഹി ചേത് തദ്വായസം തീർത്ഥമുഷന്തി മാനസാ നയത്ര ഹംസാ നിരമന്ത്യുസീക്ഷയാ. നയദ്വചശ്ചിത്രപദം ഹരേര്യശോ ജഗത് പവിത്രം പ്രഗൃണീത കർഹി ചേത് തദ്വായസം തീർത്ഥമുഷന്തി മാനസാ നയത്ര ഹംസാ നിരമന്ത്യുസീക്ഷയാ. നയദ്വചശ്ചിത്രപദം ഹരേര്യശോ ജഗത് പവിത്രം പ്രഗൃണീത കർഹി ചേത് തദ്വായസം തീർത്ഥമുഷന്തി മാനസാ നയത്ര ഹംസാ നിരമന്ത്യുസീക്ഷയാ. എന്താണ്? 2 തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് കമ്പയർ ചെയ്യുകയാണ് ഇവിടെ. ആര്? വ്യാസദേവന്റെ ഗുരു നാരദ മഹർഷി 2 തരത്തിലുള്ള കാര്യങ്ങളെ കമ്പയർ ചെയ്യുകയാണ്. 1 ഭൗതികമായിട്ടുള്ള ജ്ഞാനം, 2 ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഉദാഹരണങ്ങൾ പറയുകയാണ്. എന്താണ്? നയത് വചസ് ചിത്രപദം ഹരേര്യശോ. ന എന്ന് പറഞ്ഞാൽ ഇല്ല. എന്താണ് ഇല്ലാത്തത്? യത് വചഃ ചിത്രപദം ഹരേര്യശോ. ഹരേര്യശോ എന്ന് പറഞ്ഞാൽ ഹരിയുടെ യശസ്. എന്താണ്? കീർത്തിയായിട്ടുള്ള ഹരിയുടെ, അതായത് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ പരമദിവ്യോത്തമ പുരുഷന്റെ യശ. യശ എന്ന് പറഞ്ഞാൽ എന്താണ്? യശസ്, മാഹാത്മ്യങ്ങൾ. അത് എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്? ചിത്രപദം, ആലങ്കാരികമായിട്ടുള്ള ആയിട്ട് വിവരിക്കേണ്ടതാണ്. അങ്ങനെ വിവരിക്കുന്നതിന് എന്താണ് കാരണം? അത് വായിക്കുമ്പോ എന്ത് സംഭവിക്കും? ജഗത് പവിത്രം. ജഗത് പവിത്രം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിനെ മുഴുവൻ അത് പവിത്രീകരിക്കും. എന്ത്? ഭാഗവതം, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് പറയുന്ന ലിറ്ററേച്ചർ, അല്ലെങ്കിൽ ആ ആലങ്കാരികമായിട്ട് ഭഗവാനെ കുറിച്ച് കീർത്തിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ എന്താണ്? ജഗത് പവിത്രം. പ്രഗൃണീത കർഹിച്ചിത്. ഇത് വളരെ കഷ്ടപ്പെട്ട് അങ്ങ് എന്ത് ചെയ്തിട്ടില്ല? അങ്ങ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. ന എന്ന് ആദ്യം ചേർത്തത് അത് ചെയ്തിട്ടില്ല എന്ന് വ്യാസദേവനോട് പറയുകയാണ്. അപ്പോ അങ്ങ് ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാമോ? തീർത്ഥം. വായസം തീർത്ഥം എന്ന് പറഞ്ഞാൽ കാക്കകളുടെ തീർത്ഥാടന സ്ഥലം എന്നാണ് അർത്ഥം. എവിടെയാണ് കാക്കകളുടെ തീർത്ഥാടന സ്ഥലം? മലിനമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് കാക്കകൾ കൂട്ടം കൂടുന്നത്. അപ്പൊ കാക്കകളുടെ തീർത്ഥാടന സ്ഥലം എന്ന് പറഞ്ഞാൽ മാലിന്യം നിറഞ്ഞ ഒരു സ്ഥലം എന്നാണ് അർത്ഥം. അവിടെ ആരെ കാണുകയില്ല? ന യത്ര ഹംസ. ഹംസത്തിനെ കാണുകയില്ല. ആരാണ് ഈ ഹംസവും കാക്കയും എന്ന് ഇവിടെ ഉദാഹരണമാണ്. ഇത് നിങ്ങൾ ഒരു എന്താണ് ജെൻഡർ അല്ലെങ്കിൽ ഒരു റേഷ്യൽ ഒരു ഡിഫറൻസിയേഷൻ ആയിട്ട് എടുക്കരുത്. ഇത് ആരെന്തിനു പറയുന്നതാണ്? ആ ഒരു ലിറ്ററേച്ചറിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി പറയുന്ന ഉദാഹരണമാണ്. തദ് വായസം തീർത്ഥം. മലിനമായിട്ടുള്ള ഒരു പ്രദേശത്ത് കാക്കകൾ കൂട്ടമായിട്ട് വരും. ഉശന്തി മാനസ നയത്ര ഹംസ നിരമന്ത്യുശിക്ഷയ. ആരാണ് ഹംസൻ എന്ന് പറയുന്നത്? ഹംസം ഈ വളരെ തെളിഞ്ഞ ശുദ്ധമായിട്ടുള്ള ജലത്തില്, വളരെ മധുരമായിട്ടുള്ള ജലത്തില്, താമരപ്പൂവുകൾ നിറഞ്ഞ നല്ല സുഗന്ധപൂരിതമായിട്ടുള്ള ആ ജലത്ത് മാത്രമേ ഹംസം കാണുകയുള്ളൂ. എന്താണ് ആ 2 കമ്പാരിസണും? ഹംസങ്ങൾ എവിടെയാണ് വ്യാപരിക്കുന്നത്? അത് വളരെ പുണ്യമായിട്ടുള്ള അല്ലെങ്കിൽ പവിത്രമായിട്ടുള്ള ജലത്തിലാണ്. അതാണ് ഭഗവാന്റെ യശസ് പറയുന്ന ലിറ്ററേച്ചർ.
ഇവിടെ വായസം തീർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ബാക്കിയുള്ളതെല്ലാം അങ്ങനെയാണ്. ടെമ്പററി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഭൗതികമായിട്ടുള്ള എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് മാത്രമുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തു കാര്യങ്ങളെല്ലാം വിവരിച്ചാലും അതെല്ലാം വായസം തീർത്ഥം. ഓക്കെ, തദ് വായസം തീർത്ഥം ഉശന്തി മാനസ നയത്ര ഹംസ നിരമന്ത്യുശിക്ഷയ. എന്താണ്? those words which do not describe the glories of the Lord, who alone can sanctify the atmosphere of the whole universe, are considered by saintly persons to be like unto a place of pilgrimage for crows, since the all perfect persons are inhabitants of the transcendental abode, they do not derive any pleasure there. എന്താണ്? സമ്പൂർണ്ണ പ്രപഞ്ച അന്തരീക്ഷത്തെയും ഏകാകിയായി പരിശുദ്ധമാക്കാൻ കഴിവുള്ള പരമദിവ്യോത്തമ പുരുഷനായ കാക്കകളുടെ തീർത്ഥാടന സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത 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 പേജും കൂടി ഷെയർ ചെയ്യാമോ അജാമൽ പ്രഭു? ഓക്കെ, എന്താണ്? തീർത്ഥാടന സ്ഥലമായി കരുതുന്നു. അതു നിമിത്തം അതീന്ദ്രിയ ധാമ നിവാസികളായ സർവശ്രേഷ്ഠ വ്യക്തികൾക്ക് അവിടം യാതൊരു ആനന്ദവും ലഭിക്കുന്നില്ല. അപ്പൊ വ്യാസദേവനോട് ഇന്ദ്രൻ എന്താണ് പറയുന്നത്? നാരദ മഹർഷി പറയാണ്, ഇത്ര നേരവും താങ്കൾ എഴുതി വെച്ചിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം വന്നിട്ട് അപ്രധാനമാകുന്നത് എന്താണ്? അത് വന്നിട്ട് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് എന്താണ് പരിപൂർണ ഭക്തിയുത സേവനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷന്റെ ഭക്തിയുത സേവനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അത് വന്നിട്ട് എന്ത് ചെയ്യുകയില്ല, അത് സാറ്റിസ്ഫാക്ഷൻ തരികയില്ല, അല്ലെങ്കിൽ സംതൃപ്തി തരികയില്ല. കാരണം അത് അപൂർണമാണ്. എന്തുകൊണ്ട് അപൂർണമാണ്? ഭഗവാനെ കുറിച്ച് വിവരിച്ചിട്ടില്ലാത്തത് കൊണ്ട് അപൂർണമാണ്. ഇതാണ് ഭൗതികമായിട്ടുള്ള ജ്ഞാനത്തിന്റെ ഒരു ഭൗതികമായിട്ടുള്ള ലിറ്ററേച്ചറും ആധ്യാത്മികമായിട്ടുള്ള ലിറ്ററേച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് ആര് പറയുന്നു? നാരദ മഹർഷി പറയുന്നു. 11ാമത്തെ ശ്ലോകം, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകം, വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ തന്നെ തദ്വാഗ് വിസർഗോ ജനതാഘ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപി നാമാന്യനന്തസ്യ യശോങ്കിതാനി യത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. തദ്വാഗ് വിസർഗോ ജനതാഘ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപി നാമാന്യനന്തസ്യ യശോങ്കിതാനി യത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. തദ്വാഗ് വിസർഗോ ജനതാഘ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപി നാമാന്യനന്തസ്യ യശോങ്കിതാനി യത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. എന്താണ്? ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു എന്താണ് കൃതിയുടെ, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് വിവരിച്ചിരിക്കുന്ന ആ കൃതിയുടെ പ്രത്യേകത എന്താണ് പ്രത്യേകത? തദ് വാഗ് വിസർഗോ ജനത അഖ വിപ്ലവോ. എന്താണ്? ജനത അഖ വിപ്ലവ. അഖ എന്താണ്? അഖ അസുരൻ. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ആ പാമ്പിന്റെ രൂപത്തിൽ വന്ന വായും തുറന്ന് കിടന്നിരുന്ന അസുരന്റെ പേര് അഖാസുരൻ എന്നായിരുന്നു. എന്താണ് അഖ എന്ന് പറഞ്ഞാൽ? പാപം എന്നാണ് അർത്ഥം. സിൻ പേഴ്സണിഫൈഡ് എന്നാണ് അഖ എന്ന പദത്തിന്റെ അർത്ഥം. എന്താണ് ഇവിടെ അഖ എന്ന് പറയാൻ കാരണം? ജനത അഖ. ജനത എന്ന് പറഞ്ഞാൽ സാമാന്യ ജനങ്ങളുടെ പാപങ്ങൾ എന്ത് ചെയ്യുന്നു? വിപ്ലവകരമായ മാറ്റം വരുത്തുകയാണ്. എന്ത്? ആ വാക്ക്, ഏത് വാക്ക്? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഭഗവാനെ കുറിച്ച് വിവരിച്ചില്ല എന്ന്. അങ്ങനെ വിവരിക്കുന്നത്, ഭഗവാനെ കുറിച്ച് വിവരിക്കുന്നത് തദ് വാഗ് വിസർഗോ. വിസർഗ എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്നാണ്. തദ് വാഗ് വിസർഗോ ജനത അഖ വിപ്ലവോ.
അനന്തപരമ ഭഗവാന്റെ നാമം, യശസ്, രൂപങ്ങൾ, ലീലകൾ തുടങ്ങിയ അതീന്ദ്രിയ മഹാത്മ്യങ്ങളുടെ വിശദ വിവരണകളാൽ സമ്പൂർണമായ ആ സാഹിത്യം ഒരു നല്ല സൃഷ്ടിയാകുന്നു. മാത്രമല്ല ഈ ലോകത്തിലെ മാർഗഭ്രംശം സംഭവിച്ച ഈശ്വര ഭക്തകളിൽ അതീന്ദ്രിയ പദകോശങ്ങളാൽ സമൃദ്ധമായ ആ നൂതന സൃഷ്ടി വിപ്ലവകരമായ സമൂഹ പരിവർത്തനം നടപ്പിൽ വരുത്തുന്നു. എന്നിട്ട് അവരെ നേരായ മാർഗത്തിൽ നയിക്കുന്നു. ആ ഒരു ഒറ്റ ശ്ലോകത്തിന്, അതായത് ഒറ്റ ആ ഒരു ഫസ്റ്റ് ലൈനിന് പ്രഭുപാദ് ഇത്രയും എഴുതിയിരിക്കുന്നു, വിവർത്തനം എഴുതിയിരിക്കുന്നു, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. തദ് വാഗ് വിസർഗോ ജനതാഖ വിപ്ലവോ. തീർന്നു. എന്താണ് ആ വാക്ക് രചിച്ചു കഴിഞ്ഞാൽ? എന്താണ്? ജനതാഖ വിപ്ലവോ. എന്താണ് അതിന്റെ പ്രത്യേകത? യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപി. എന്താണ്? പ്രതിശ്ലോകം അബദ്ധവത്യപി. പ്രശ്നം ആ ഒരു കൃതി എന്ന് പറയുന്നത് എന്ത് ചെയ്താലും അബദ്ധവത്യപി, അതായത് പൂർണ്ണമായിട്ടും വിശദീകരിച്ചില്ല എങ്കിൽ കൂടി, അല്ലെങ്കിൽ അതിനകത്ത് ചില തെറ്റുകൾ കടന്നു വന്നാൽ കൂടി ഒരു പ്രശ്നവുമില്ല. കാരണം എന്താണ്? നാമാനി അനന്തസ്യ യശോ അങ്കിതാനി യത്. ആ പരമദിവ്യോത്തമ പുരുഷന്റെ നാമം, രൂപം, ഗുണം, ലീല ഇതിനെക്കുറിച്ച് വർണ്ണിക്കുന്നത് അത് അപൂർണമായിട്ട് രചിക്കപ്പെട്ടവയാണെങ്കിലും അത് ഭക്തന്മാർക്ക് വളരെയധികം എന്താണ് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതാണ്. ശൃണ്വന്തി, കേൾക്കും അവര്. ഗായന്തി, അവര് തിരിച്ച് അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ഗൃണന്തി, അവര് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കും അല്ലെങ്കിൽ സ്വീകരിക്കും. ായിട്ടുള്ള പരിശുദ്ധ വ്യക്തികൾ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ലിറ്ററേച്ചറിന്റെ പ്രശ്നം? അല്ല, ഈ ലിറ്ററേച്ചറിന്റെ ഗുണം ഭഗവാന്റെ രൂപം, നാമം, യശസ്, ലീല തുടങ്ങിയ ഈ മഹാത്മ്യങ്ങളെ വർണ്ണിച്ചിരിക്കുന്ന ആ ഒരു സാഹിത്യം ഒരു നല്ല സൃഷ്ടിയാണ്. കാരണം എന്താണ്? ജനത അഖ വിപ്ലവവും. അതായത് അത് സാമാന്യ ജനങ്ങളുടെ പാപങ്ങളെ എല്ലാം വന്നിട്ട് വിപ്ലവകരമായ മാറ്റം നടത്തി എന്ത് ചെയ്തിരിക്കുന്നു? അത് പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കും. അഥവാ ഇനി അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൂടി ഒരു പ്രശ്നവുമില്ല. അത് അപൂർണമാണെങ്കിൽ കൂടി ഒരു പ്രശ്നവുമില്ല. അത് ശൃണ്വന്തി, ഗായന്തി, ഗൃണന്തി സാധവഃ. പരിശുദ്ധ ഭക്തന്മാർ അതിനെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് വെച്ച് കേൾക്കുകയും സ്വീകരിക്കുകയും എന്ത് ചെയ്യുകയും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അഥവാ അത് അപൂർണമാണെങ്കിൽ കൂടി ഒരു പ്രശ്നവുമില്ല. പക്ഷേ മറ്റ് ആ സാഹിത്യം, അതായത് ഭൗതികമായിട്ടുള്ള സാഹിത്യം അപൂർണമാണെങ്കിലും അതിന് എന്താണ് അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് ആരും ാക്കുകയില്ല. പക്ഷെ ഇത് എത്രയധികം അപൂർണമാണെങ്കിൽ കൂടി ഒരു പ്രശ്നവുമില്ല. കാരണം പരിശുദ്ധ ഭക്തന്മാർക്ക് ഭഗവാന്റെ നാമം, രൂപം, ഗുണം, ലീല ഇതെല്ലാം കേട്ടാൽ എത്ര കേൾക്കുന്നോ അത്രയധികം അവർക്ക് സന്തോഷമാണ്. അത് ഒരാളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? പരിവർത്തനം സൃഷ്ടിക്കും. എന്താണ് ഭാഗവതത്തെ കുറിച്ച് പറയുന്നത്? പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനാം ഭാവസരോരുഹം ധുനോതി ശമലം കൃഷ്ണ സലിലസ്യ യഥാ ശരത്. ഭഗവാന്റെ നാമം, രൂപം, ഗുണം ആദ്യായ കാര്യങ്ങളെല്ലാം വന്നിട്ട് എന്ത് ചെയ്യുന്നു? ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ഭാഗവതത്തിന്റെ അല്ലെങ്കിൽ ആ വർണ്ണനകളിൽ കൂടി, ഭാഗവതം ആ വർണ്ണനയിൽ കൂടി എവിടെ കൂടെ കയറും? പ്രവിഷ്ട കർണരന്ധ്രേണ, നിങ്ങളുടെ ചെവിയിൽ കൂടിയാണ് വരുന്നത്. എന്നിട്ട് എവിടെ പോകും? സ്വാനാം ഭാവ സരോരുഹം, നമ്മുടെ ഹൃദയത്തിന്റെ താമരയിൽ വന്ന് ഭഗവാൻ വന്നിട്ട് ഇരിക്കും. ഭഗവാൻ അവിടെ വെറുതെ ഇരിക്കുകയല്ല. ഈ ചെവിയിൽ കൂടി ഭഗവാനെ നമ്മൾ വിളിച്ച് അകത്ത് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും? ധുനോതി, എന്താണ്? നല്ല കാര്യമായിട്ട് വൃത്തിയാക്കും. ധുനോതി ശമലം കൃഷ്ണ, കൃഷ്ണൻ അവിടെ ഇരുന്ന് എന്ത് ചെയ്യുകയാണ്? ജോലി ചെയ്യുകയാണ്. എന്താണ് ജോലി ചെയ്യുന്നത്? ഈ ജീവാത്മാവിന്റെ ഹൃദയത്തിലെ എല്ലാ പാപങ്ങളെയും ഞാൻ കഴുകി വൃത്തിയാക്കും. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? ജനതാഖ വിപ്ലവവും, വിപ്ലവകരമായ മാറ്റം. ഇത്രയും മാറ്റം വരുത്താൻ ആർക്കേ പറ്റുകയുള്ളൂ? ഭഗവാനെ കുറിച്ചുള്ള കൃതികൾക്കേ പറ്റുകയുള്ളൂ. സോ പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനാം ഭാവ സരോരുഹം ധുനോതി ശമലം കൃഷ്ണ സലിലസ്യ യഥാ ശരത്. നല്ല മഴ പെയ്ത് കഴിയുമ്പോഴേക്കും ആ ഒരു
ജലാശയത്തിൽ അടിഞ്ഞിരിക്കുന്ന അഴുക്കെല്ലാം ഒഴുകി നല്ല തെളിഞ്ഞ വെള്ളം വരുന്നത് പോലെ നമ്മളുടെ ഹൃദയത്തിലും എന്ത് ചെയ്യുന്നു? നല്ല ആ ഒരു കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം എല്ലാം മാറിയിട്ട് ഭഗവാന് അവിടെ വസിക്കാൻ തക്കവണ്ണം ഹൃദയം എന്തായി മാറും? അമലം അല്ല സോറി അതെ അമലമായി മാറും. ജനതാഖ വിപ്ലവോ. അപ്പൊ രണ്ടു തരത്തിലുള്ള ലിറ്ററേച്ചറിനെ കുറിച്ച് ആര് പറഞ്ഞു? ഇവിടെ നാരദ മഹർഷി പറയുന്നു. അപ്പൊ നമുക്ക് ഇവിടെ നമ്മളുടെ സമയം തീർന്നതുകൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വ്യാഴാഴ്ച കേൾക്കാം. നാരദ മഹർഷി എന്താണ് അടുത്തത് വ്യാസദേവനെ കുറിച്ച് എന്തൊക്കെയാണ് പറയേണ്ടത്, ഇനി അതിന് ഉദാഹരണം എന്താണ്, ഭക്തി ഒരു ജീവിതത്തിൽ ഒരു അല്ലെങ്കിൽ എന്താണ് പരിശുദ്ധ ഭക്തിയുത സേവനം കേൾക്കുന്നതും ചെയ്യുന്നതും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത് അല്ലെങ്കിൽ പരിവർത്തനം വരുത്തുന്നത് എന്ന് എന്ത് തന്നെ ഉദാഹരണമാണ് എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നാരദ മഹർഷിയുടെ ജീവിതത്തിൽ കൂടിയുള്ള യാത്ര നമുക്ക് അടുത്ത ആഴ്ച തുടങ്ങാം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു ഒരു കേക്കാവോ? പറയൂ പ്രഭു, കേക്കാം. മാതാജി, ഭഗവാന്റെ തന്നെ ശക്തിയാവിശേഷ അവതാരമായ ശ്രീമദ് വേദവ്യാസന് വ്യാസദേവൻ എങ്ങനെയാണ് ഭഗവത് ഭക്തന്റെ ശിഷ്യനായത്? വ്യാസദേവൻ വന്നിട്ട് പൂർണ്ണമായിട്ടുള്ള അവതാരത്തിൽ വരുന്നതല്ല പ്രഭു. ലിറ്റററി ഇൻകാർണേഷൻ, വേദവ്യാസൻ, അതായത് വേദങ്ങളെ ക്രോഡീകരിക്കാൻ വേണ്ടി ഭഗവാൻ പരാശര മുനിയുടെയും സത്യവതി മാതാവിന്റെയും പുത്രനായിട്ട് അവതരിച്ചതാണ്. അത് ആക്ച്വലി ഭഗവാൻ പൂർണ്ണമായിട്ടും രാമ, ലക്ഷ്മണ, പിന്നെ ഭരത, ശത്രുഘ്ന പോലെ ആ അവതാരങ്ങൾ വിഷ്ണു തത്വത്തിലുള്ള അവതാരങ്ങളോ അല്ലെങ്കിൽ ഭഗവാൻ സ്വയം കൃഷ്ണനോ അല്ലെങ്കിൽ നരസിംഹമൂർത്തിയോ പോലെ വിഷ്ണു തത്വത്തിലുള്ള അവതാരമായിട്ട് വ്യാസദേവനെ പറയുന്നില്ല. അദ്ദേഹം എന്താണ് അംശാവതാരം, അതായത് ലിറ്റററി ഇൻകാർണേഷൻ. നമ്മൾ കുറെ അവതാരങ്ങളെ കുറിച്ച് വന്നിട്ട് പലതരത്തിലുള്ള ഗുണാവതാരം, ലീലാവതാരം, ശക്തിയാവേശ അവതാരം, മന്വന്തര അവതാരം, ഇങ്ങനെ ഒരുപാട് അവതാരങ്ങളെ കുറിച്ച് ആദ്യത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു പ്രഭു. അതിന്റെ അകത്ത് ശക്തിയാവേശ അവതാരത്തിന്റെ കാറ്റഗറിയിലാണ് ഈ ഒരു അവതാരത്തെ കുറിച്ച്, വ്യാസദേവനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ജീവാത്മാവാണ്. പക്ഷെ ഭഗവാന്റെ ശക്തി വന്നിട്ട് ശക്തിയാവേശ, അതായത് അദ്ദേഹത്തിന്റെ എനർജി ഈ ഒരു ജീവാത്മാവിൽ വന്നിട്ട് നിക്ഷിപ്തമായിരിക്കുന്നു. എന്തിനു വേണ്ടി? ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടി. ഇപ്പൊ പരശുരാമ എന്ന് പറയുന്നത് ദുഷ്ടദമന ശക്തിയുടെ ശക്തിയാവേശ അവതാരമാണ്. പരശുരാമൻ സ്വയം ഭഗവാനല്ല, പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് ദുഷ്ടദമന ശക്തി അത് കാണിക്കുന്നത്, ആ ഊർജം ഭഗവാന്റെയാണ് അദ്ദേഹം കാണിക്കുന്നത്, അല്ലെങ്കിൽ അത് പിന്നെ ഇത് ചെയ്യുന്നത് അദ്ദേഹം കാണിച്ചു തരുന്നത്. അതേപോലെ വ്യാസദേവൻ എന്ന് പറയുന്നത് സ്വയം ഭഗവാനല്ല, അദ്ദേഹത്തിന്റെ അവതാരമാണ്, ശക്തിയാവേശ അവതാരമാണ്, അദ്ദേഹത്തിന്റെ ലിറ്റററി ഇൻകാർണേഷൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ജീവാത്മാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തുണ്ടാവാം? നാരദ മഹർഷിയെ പോലുള്ള ഒരു ഗുരുവിനെ സ്വീകരിക്കാം. അല്ലെങ്കിൽ തന്നെ ഭഗവാനും വന്നിട്ട് ഭൗതിക ലോകത്തിൽ അവതരിക്കുമ്പോൾ ഭഗവാൻ ഗുരുവിനെ സ്വീകരിക്കും. ഭഗവാൻ വന്നിട്ട് വസിഷ്ഠ മുനിയുടെ വിശ്വാമിത്ര മുനിയുടെയും ഒക്കെ ശിഷ്യനായിട്ട് രാമചന്ദ്രമൂർത്തിയുടെ അവതാരത്തിൽ അദ്ദേഹം സ്വീകരിച്ചിരുന്നു. സാന്ദീപനി മുനിയെ അദ്ദേഹം ഗുരുവായി സ്വീകരിച്ചിരുന്നു കൃഷ്ണാവതാരത്തിന്റെ സമയത്ത്. അങ്ങനെ ഭഗവാൻ സ്വയം ഗുരുവിനെ സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ ശക്തിയാവേശം അവതാരം എന്ന് പറയുന്നത് സ്വയം ഭഗവാനല്ല, ആ ഒരു പർട്ടിക്കുലർ എന്താണോ അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യം അതിനു വേണ്ടിയിട്ട് എടുത്ത ഇൻകാർണേഷൻ ആണ് എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു ബ്രോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാരും വരിക. നല്ല മാതാജി പറഞ്ഞതുപോലെ നല്ല മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം മാറ്റി ഭഗവാന്റെ എന്താ പറയാ കർണാമൃതം ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടി, തടസ്സം കൂടാതെ. സോ ഒരു തടസ്സവും ഇല്ലാതെ മാതാജി ഇത് കണ്ടിന്യൂ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാജിയോടും മാതാജി ഫാമിലിയോടും
അതിരൂപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാം 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാം രാം കൃഷ്ണ രാം ഹരേ 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 രാമ ഹരേ രാമ രാമ